അന്നത്തെ കാലത്ത് നമ്മൾ ഓർക്കണത് ഈ സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അതൊരു പാപമാണ് എന്നാണ് നമ്മൾ അന്നത്തെ ആ ബാല്യത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളെ എൻ്റെ തൊട്ട് വീടിൻ്റെ അപ്പുറത്തുള്ള ഒരാളെ കല്യാണം കഴിച്ചതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അപ്പച്ചന് താങ്ങാവുന്നതിലേറെയായിരുന്നു. കാരണം എന്നെ അന്നും ആരെങ്കിലുമൊക്കെ കെട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ ഒരു സുന്ദരി കൊച്ചായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ കൈവിട്ട് പോയില്ല. സുന്ദരി എന്ന് പറയുമ്പോൾ ശരിക്കും കേട്ടോ, ഞാൻ സുന്ദരി തന്നെയായിരുന്നു. അതേ അപ്പം അപ്പച്ചന് ഇത്രയും ഭയങ്കര ഇൻ്റർവ്യൂ ഒന്നും ഇങ്ങനെ എടുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് അപ്പച്ചൻ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, വീട്ടിൽ കയറ്റിയില്ല. പിന്നെ ഞാൻ അവിടുത്തെ അമ്മക്കും എന്നോട് ഉൾക്കൊള്ളാൻ പറ്റണ്ടായിരുന്നു. ഞാനൊരു ചെറിയൊരു കൊച്ചാണ്. അപ്പോൾ എനിക്കത് അങ്ങനെ വലിയ സീരിയസ് ഒന്നും തോന്നണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് അവരുടെ വീട്ടിൽ മൂത്ത മോനാണ്. അത് അച്ഛൻ മരിച്ചിട്ട് 9 മാസമായിട്ടുള്ളൂ. ആ സമയത്താണ് ഞാൻ ജനനം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഇയാളെ തല്ലുമെന്നുള്ളൊരവസ്ഥ വന്നു. അത് വേറൊരു സുഹൃത്ത് പറഞ്ഞ് എന്നെ അറിയിച്ച്. അപ്പോൾ അവൾ ഇനി വീട്ടിൽ പോയില്ലെങ്കിൽ അൽസിനെ തല്ലുള്ളൂ കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വാശിക്ക് ഞാൻ ഇറങ്ങിപ്പോയതാണ്. കുറേ നാൾ കഴിഞ്ഞാണെങ്കിലും നടത്തി തരുമില്ലെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് എന്തും വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, വെറുതെ ഞങ്ങളുടെ ഒരു പാവട ബ്ലൗസൊക്കെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലണ ഇത് അത്ര ദൂരമുള്ളൂ ചെന്ന്. അത് പിന്നെ ഒരു ചരിത്രമായി മാറി എന്നുള്ളതാണ്. നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കാനൊന്നുമില്ല, അത്രയും വേദനകളും ദുഃഖങ്ങളും അവിടെ അനുഭവിക്കേണ്ടി വന്നു. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മുടെ രണ്ടുപേരും കൂടി ഇങ്ങനെ, അയാൾക്ക് 22 വയസ്സുള്ളൂ, ഒരു പണിയുമായിട്ടില്ല, ഒന്നുമായിട്ടില്ല. ചീനവല ഉണ്ട് അന്നൊക്കെ നമ്മുടെ പേരിൽ. അപ്പോൾ ചീനവല വലിക്കാനാണ് ഉള്ള ചെറുപ്പക്കാർ മുഴുവനും പോണത്. അങ്ങനെ ഒരു ചീനവല വലിക്കാൻ പോലും ഇയാൾ പോയിട്ടില്ല. ആ സ്ഥലത്താണ് നമ്മൾ ചെല്ലണത്. പിന്നെ ഞാൻ പറഞ്ഞു ഇനി നമ്മൾ രണ്ടുപേരും കൂടി നിന്നിട്ട് കാര്യമില്ല, ഭയങ്കര പോരാണ്. അപ്പം എന്ത് ഞാൻ നാടകത്തിന് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നാടകത്തിന് ഇറങ്ങണേ. അപ്പോൾ എൻ്റെ നാടകങ്ങളൊക്കെ ഞാൻ 10 നാടകം ഞാൻ പറഞ്ഞു വെച്ചേക്കണ നാടകങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പെൻഡിങ്ങിൽ നിൽക്കണമ്പോഴാണ് ഞാൻ പോയിരുന്നതേ. അപ്പോൾ ഓരോരുത്തരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ വന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങി സ്ഥിരമായിട്ട്. പുള്ളിക്ക് നല്ല ആത്മവിശ്വാസമുള്ള ആളായിരുന്നു. എന്നോട് ഭയങ്കര കലയെന്ന് പറഞ്ഞാൽ പുള്ളി നല്ലൊരു പാട്ടുകാരനാണ്. നാടകം ഞങ്ങൾ ഒന്നിച്ചൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല എഴുതാൻ നല്ല കഴിവുള്ള ആളായിരുന്നു. നാടകം എഴുതും, പാട്ട് എഴുതും, അങ്ങനെയൊക്കെ ഒരു വഴിയുള്ള ആളായതുകൊണ്ട് നമുക്ക് അപ്പം ഒരു തീരുമാനം എടുത്തു. അതായത് നമ്മളിൽ രണ്ടുപേരും പിന്നെ പിള്ളേരായി 7 മാസം വരെ ഞാൻ അനുചേട്ടൻ്റെ അവിടെ കാളരാത്രി നാടകം കളിച്ചു. പിന്നെ വയറൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഈശ്വരവാര്യരുടെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ വയറൊക്കെ ഇങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടായപ്പോഴാണ് അനുചേട്ടൻ പറഞ്ഞത് നിന്നെ വിടണമെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് വിടണമല്ലോ, നിൻ്റെ അവസ്ഥ കൊണ്ട് വിടണേണ്. പക്ഷേ നീ പേടിക്കേണ്ട, നീ എവിടെ നിന്നാലും ഇവിടെ പീജാനെ ഉണ്ടെന്ന് ഓർത്തോ, ഈ വാതിക്കലിൽ എപ്പോൾ വേണമെങ്കിലും നിനക്ക് വരാമെന്നൊക്കെ പറഞ്ഞാണ് അനുചേട്ടൻ എന്നോട് പറഞ്ഞു വിടണം. അങ്ങനെ എൻ്റെ തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അനുചേട്ടൻ പറഞ്ഞ് എൻ്റെ അടുത്തും എൻ പിള്ള സാറിൻ്റെ അടുത്തും പോയാൽ നിനക്ക് പിന്നെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, ആരെയും പോയേണ്ട കാര്യമില്ല കേട്ടാന്നിങ്ങനെ പറഞ്ഞ്. പക്ഷേ എനിക്കൊരു അപ്പച്ചൻ പറഞ്ഞ ഒരു ശരിക്കൊരു ഇതായിരുന്നു എനിക്ക് ആനിച്ചേട്ടനുണ്ട്. നമ്മളെല്ലാ സിനിമാ നടന്മാരും പേരല്ലേ പറയുള്ളൂ. പക്ഷെ ഞാൻ ആനിച്ചേട്ടനെയും തിലഞ്ചേട്ടനെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. എപ്പോഴും പറയുമ്പോൾ ആനിച്ചേട്ടൻ പറയുള്ളൂ. അപ്പോൾ ഒരു മോള് എൻ്റെ ഒപ്പമൊക്കെയുള്ള ഉണ്ടായി. പക്ഷെ ഭയങ്കര സ്നേഹമായിരുന്നു ഞങ്ങൾ. ഇപ്പോഴും ഉണ്ട് കേട്ടോ, വിളിയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു ബന്ധമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ശരിയാണ്, അത് എനിക്ക് ശരി തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ മേളിൽ സാറിൻ്റെ അടുത്ത് എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ സാറിനൊന്ന് കാണാനുള്ള ആഗ്രഹം എനിക്ക് അവസാനം. അപ്പോൾ ഞാൻ ഇങ്ങനെ കലാശാല ഭവൻ്റെ നാടക ട്രൂപ്പ് പോകുമ്പോൾ ഞാൻ എൻ പിള്ള സാറിനെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഭാവിച്ചേട്ടനോട് എൻ പിള്ളയുടെ വണ്ടി പോകണം, ഒന്ന് വണ്ടി നിർത്താൻ പറയാം, ഒന്ന് വണ്ടി നിർത്താൻ. അങ്ങനെ അവർ വണ്ടി നിർത്തിയേക്കണായിരുന്നു, വട്ടം വെച്ച് ഞങ്ങളുടെ വണ്ടി. അങ്ങനെ ചെന്നപ്പോൾ സുഖമായിട്ട് ഉറങ്ങണേ വിളിയായിരുന്നു. ഞാനിങ്ങനെ ആ സ്റ്റെപ്പേ കയറി ഇങ്ങനെ നിന്നിങ്ങനെ കുറച്ചേരം ഇങ്ങനെ നോക്കണേ. അപ്പോൾ ഈ ഓമന ചേച്ചി വെച്ച് പിന്നെ വിളിക്കണോ മോളെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു വേണ്ട വിളിക്കണ്ട, ഞാൻ കണ്ടിട്ട് പോയിക്കോളാന്ന് പറഞ്ഞു. എനിക്ക് കണ്ടാൽ മതി എന്നായി. അപ്പോൾ എന്താണെന്നറിയോ, ആ സമിതിയിൽ ഞാൻ ഈ പ്രായമായ വേഷമല്ല ചെയ്യണം, ആ സമിതിയിൽ ഓമന ചേച്ചിയാണ് അത് ചെയ്യുന്നത്. ഒരു ട്രൂപ്പിൽ ഒരാളെ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ കഥാപാത്രമായിട്ടുള്ളൂ. അത് അവർ ചെയ്യണോണ്ട് എനിക്ക് ഒരിക്കലും അവിടെ ചെല്ലാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നപ്പോൾ പിന്നെ കുറേ അങ്ങോട്ട് കാലങ്ങൾ പോവുകയില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ രാജമ്പദേവിൻ്റെ ട്രൂപ്പിലോട്ട് പോയി. രാജമ്പദേവിൻ്റെ ട്രൂപ്പിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രിയമുള്ള സോഫിയ എന്ന് പറഞ്ഞൊരു സിനിമ എൻ പിള്ള അഭിനയിച്ച് അതല്ല, അത് വിജയനെ അഭിനയിച്ചത്. ഈ നമ്മുടെ ഈ സിനിമ അഭിനയിച്ചു. എന്താണ് ആ സിനിമയുടെ പേര്?
മറ്റേ ഗോഡ് ഫാദർ കണ്ട് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം മാമൻ മാപ്പിള ഹാളിൽ നാടകം, അമ്മിണി ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള നാടകം, ഫുൾ കോമഡിയാണ് നാടകം. ആ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ എൻ പിള്ള സാറും ഈ പെങ്ങളും വന്നിട്ടുണ്ടായിരുന്നു നാടകം കാണാനായിട്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്തേക്ക് വന്നെന്നുള്ളതാണ്. പുള്ളി വന്നിട്ട് പൗളിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ച് ഞാൻ എനിക്കങ്ങോട്ട് പറയാൻ പറ്റില്ല, അത്രയും കൊതി വന്നു ഈ കണ്ടപ്പോൾ. അപ്പോൾ നീ എന്നെ കണ്ടിട്ട് പോകുന്നെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ നീ എന്താ എന്നെ വിളിക്കാതിരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്രയും നന്നായിട്ട് ഉറങ്ങണ ആളെ വിളിച്ചോണ്ട് തന്നെ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്നാലും എനിക്കിപ്പോൾ കാണാൻ പറ്റില്ല, ഞാൻ ഇന്നലെ ഗോഡ് ഫാദർ കണ്ടോളെന്ന് പറഞ്ഞു. ഭയങ്കര നിൻ്റെ പെർഫോമൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ കാണാനുള്ള യോഗം കൂടി ഉണ്ടായിരുന്നു.